സ്മാർട്ട് ഫോണിൽ സ്കോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങളെങ്കിലും സ്മാർട്ട് ആയിട്ടുണ്ടോ ഉണ്ടെന്നാണ് നിങ്ങളുടെ ഉത്തരവിട്ട് ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം പറയാം. അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴും എന്താണ് ചെയ്യാറ്? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ അതുകൊണ്ട് ക്യൂ നിന്ന് ഡോക്ടറിനെ കണ്ട് അതും കഷ്ടപ്പെട്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് അവർ തരുന്ന മെഡിസിനും കഴിക്കുക. ഈ ഒരു പണ്ടത്തെ രീതി തന്നെയാണോ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്? എങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ ലൈഫിലെ അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പോഴും സ്മാർട്ട് ആയിട്ടില്ല. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണും AI പോലുള്ള സ്മാർട്ട് ടെക്നോളജികളും എല്ലാ മേഖലകളിലും ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ്. പക്ഷേ ആരോഗ്യ മേഖലയിൽ മാത്രം ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടി വരികയാണ്. ആരോഗ്യ മേഖലയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കാം. നിങ്ങൾക്കൊരു ദേഹാസ്വസ്ഥത വരുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒരു ഹോസ്പിറ്റലായോ അല്ലെങ്കിൽ ഒരു ഡോക്ടറായോ മാറുകയാണ്. നിങ്ങളുടെ വിലയേറിയ സമയം ലാഭിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ ചെയ്തിട്ടാണ് മരുന്നുകൾ ലഭിക്കുന്നു അല്ലെങ്കിൽ വിദഗ്ധ ഉപദേശം കിട്ടുന്നു. ഈ ഒരു ഭാവി വിദൂരമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഓൺലൈൻ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ടെലിമെഡിസിൻ കൺസെപ്റ്റ് എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഗോപകൃഷ്ണൻ. ആരോഗ്യ മേഖല ഈ പറഞ്ഞ ടെലിമെഡിസിൻ കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോ ഇനി എന്താണ് ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ടെലിമെഡിസിൻ കൺസെപ്റ്റ് എന്ന് പറയാം? ഡോക്ടറും രോഗിയും രണ്ട് സ്ഥലങ്ങളിലായിട്ട് നിന്നുകൊണ്ട് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കയ്യിരിക്കുന്ന സ്മാർട്ട് ഫോണും പിന്നെ ഇന്റർനെറ്റുമാണ്. രോഗി അവരുടെ രോഗാവസ്ഥയെ കുറിച്ച് പറയുന്നു. ഡോക്ടർ അത് ചില പരിമിതികൾ നിന്നുകൊണ്ട് തന്നെ അതിപ്പോ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഡയഗ്നോസിലോട്ട് എത്തിയിട്ട് അവർക്ക് അവരുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ നൽകുകയാണ്. ചില പരിമിതികൾ ഇന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾക്ക് പക്ഷെ ഇത് ഉപയോഗപ്പെടുന്നതാണ്. ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും ഏകദേശം ഒരു 10% താഴെ മാത്രമേ ഈ ഒരു കാര്യം പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ സാധ്യതകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ്. അപ്പോൾ ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ലാഭിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കുന്നിടത്തുനിന്ന് തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം ലഭ്യമാകുന്നു, സംശയങ്ങൾ മാറ്റി കിട്ടുന്നു, മരുന്നുകൾ ലഭ്യമാകുന്നു. ഇതൊക്കെ തന്നെ. രണ്ടാമത്തെ പ്രയോജനം, ഇന്നൊരു പർട്ടിക്കുലർ ഡോക്ടറിനെ നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ അയാളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുടെ അസുഖത്തെ കുറിച്ചെന്നുണ്ടെങ്കിൽ അയാൾ ആ സ്ഥലത്ത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ വഴി അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അയാൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെയാണ് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ സൊസൈറ്റി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അതായത് ഡോക്ടറും രോഗിയും തമ്മിലുള്ള ഒരു വിശ്വാസത്തിലുള്ള ഒരു പ്രശ്നം. ഇന്നിപ്പോ എല്ലാം ഡിജിറ്റലായിട്ട് റെക്കോർഡിക്കലി ഉള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ആരോഗ്യ മേഖലയിലോട്ട് വരുമ്പോഴും ഇതിലൂടെ കിട്ടുന്നത്. കാരണം ഓൺലൈൻ കൺസൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ രോഗിക്കോ അല്ലെങ്കിൽ ഈ ഡോക്ടറിനോ എപ്പോ വേണമെന്നുണ്ടെങ്കിലും ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ രോഗിക്ക് ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് മികച്ച ചികിത്സയല്ല അല്ലെങ്കിൽ കെയർ അല്ല കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഡോക്ടറിനായാലും ഇതേ നല്ല കെയർ കൊടുത്തു എന്നുണ്ടായിട്ട് പോലും മെഡിക്കൽ നെഗ്ലിജൻസ് വരുമ്പോൾ അത് ഇതേപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സാധ്യത നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇരു കൂട്ടർക്കും ഇടയിലുള്ള വിശ്വാസ്യത ഉറപ്പിക്കാൻ പറ്റുന്നു. നമ്മുടെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ചില പോരായ്മകൾ മൂലം നമുക്ക് എല്ലാ രോഗങ്ങളും ഇതിലൂടെ പരിഹരിക്കാൻ പറ്റില്ല. പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു എമർജൻസി രോഗാവസ്ഥ നമുക്ക് നോക്കാൻ പറ്റുന്നതല്ല. മുറിവുകളെ തുന്നിക്കൂട്ടാനോ അല്ലെങ്കിൽ മുറിവുകളിലേക്ക് അപ്പൊ തന്നെ മരുന്ന് വെക്കാനോ ഒന്നും ഇതിലൂടെ പറ്റുന്നതല്ലല്ലോ. ഈ ലിമിറ്റേഷൻസ് ഒക്കെ വരാൻ തന്നെ കാരണം എന്തുകൊണ്ടാണ്? രോഗിയും ഡോക്ടറും രണ്ട് സ്ഥലങ്ങളിലാണുള്ളത്. അവിടെ രോഗിയെ തൊട്ട് നോക്കാനോ ചില കാര്യങ്ങൾ ചില സൗണ്ടുകളൊന്നും കേട്ട് നോക്കാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അടുത്ത് നിന്ന് നോക്കി കാണാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല BP, ഷുഗർ അല്ലെങ്കിൽ രക്തത്തിലെ ഓക്സിജൻ ലെവൽ, മിടിപ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നോക്കി കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ചില സാങ്കേതിക വിദ്യകൾ ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് മറികടക്കാൻ പറ്റും. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇന്നോട്ട് ഞാൻ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ തുടങ്ങുകയാണ്. ഇനി കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിലോ ഇതിനെക്കുറിച്ച് ഇനി ക്ലിയർ ആവാത്ത എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ഈ നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.